അത് ഈ ആയത്തുകൾ ഇഷ്ടപ്പെടാൻ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ? ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നിശ്ചയം ഈ ആയത്ത് ഒരു ഖുർആൻ പാരായണം ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതീക്ഷ നൽകുന്നൊരു സംഗതിയാണ്. നമ്മളൊക്കെ ദുന്യവിയായ രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകളോട് ആ രീതിയിൽ അതല്ലെങ്കിൽ ചോദിക്കാൻ സാധാരണഗതിയിലെ ഒരു ടോപ്പ് എന്ന് പറയുന്നത് ബിസിനസ്സുകാരാണല്ലോ. എങ്ങനെയുണ്ട് ബിസിനസ്, എങ്ങനെയുണ്ട് വളർച്ച, എങ്ങനെയുണ്ട് ഉഷാറാണോ എന്നൊക്കെ നമ്മൾ ബിസിനസ്സിനെ കുറിച്ചാണ് ചോദിക്കൽ. സാധാരണ ജോലിക്കാരെ കുറിച്ച് ഒരു വളർച്ചയെ കുറിച്ച് നമ്മൾ ചോദിക്കാറില്ല. ബിസിനസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അത് ദുന്യവിയായ ഒരു വശമാണെങ്കിൽ ഉഖ്റവിയായ ഒരു വശത്തിലും അള്ളാഹു ഒരു വലിയ പ്രതീക്ഷ നമുക്ക് തരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ച വാക്ക് തിജാറത്ത് എന്നാണ്. തിജാറത്തൻ ലൻ തബൂർ. ആദ്യം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നത് യത്ലൂന കിതാബല്ലാഹ്. അപ്പോൾ യത്ലൂന കിതാബല്ലാഹ്, കിതാബിനെ പാരായണം ചെയ്യുന്ന ആൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടല്ല, ബിസിനസ് പൊളിയൂലാന്ന്. യാ അയ്യുഹല്ലദീന ആമനു ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. അവിടെ തിജാറത്ത്, അവിടെ അങ്ങനെ ഉപയോഗിച്ചത്. അപ്പം ഒരു ഖാരിയെ സംബന്ധിച്ചിടത്തോളം അവനക്ക് വലിയ പ്രതീക്ഷ റബ്ബ് കൊടുക്കുന്നുണ്ട്. തകരാത്ത ബിസിനസ്സാണ്. മറ്റു ബിസിനസ്സുകളൊക്കെ പൊളിയാത്ത ബിസിനസ്സിലാണ് അന്നെ ഞാൻ ഇറക്കിയിട്ടുള്ളത്. ദുന്യവിയായ ബിസിനസ്സിൽ അവൻ ഇറക്കിയതുപോലെ പൊളിയാത്ത, ഒരിക്കലും നിനക്ക് വിഷമിക്കേണ്ടി വരാത്ത ഒന്നിലാണ് ഞാൻ നിന്നെ ഇറക്കിയത് എന്നുള്ള വലിയൊരു പ്രതീക്ഷ ഒരു ഹാഫിളിനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു ഇതിലൂടെ നമുക്ക് നൽകുന്നുണ്ട്. അത് പിന്നെ തന്നെയല്ല, അതിനുശേഷം വരുന്ന فَمِنْهُمْ ظَالِمٌ لِنَفْسِهِ وَمِنْهُمْ مُقْتَصِدٌ وَمِنْهُمْ سَابِقٌ بِالْخَيْرَاتِ بِإِذْنِ اللَّهِ. അവിടെയും നമുക്ക് വലിയ പ്രതീക്ഷയാണ്. നമുക്ക് സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹി നമുക്ക് പെടണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പം ഇനി ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, അല്ലെങ്കിൽ മൂന്നാമത്തേതുണ്ട്. പക്ഷെ ഏതായാലും ഒക്കെയും അള്ളാഹുവിൻ്റെ അഫ്വിലേക്ക് പ്രതീക്ഷയുള്ളൊരു വകുപ്പാണ്. ഏതായാലും അതൊക്കെയും ഈ ആയത്തിനെ ഓതുന്നതിലേക്ക് ഒരു കാരണമായി.